ഒരു സംശയമില്ല, നവംബർ 1 ഈ കേരളത്തിൽ ഒരു പ്രദേശത്തും ഒരു പരമദരിദ്ര കുടുംബവും ഉണ്ടാകില്ല. ഇത്തരമൊരു കാര്യം പ്രസ്താവിക്കാൻ ഈ രാജ്യത്ത്, വിശാലമായ രാജ്യമാണല്ലോ, മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയുമോ? മറ്റെവിടെയെങ്കിലും ഇത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ നടപ്പാക്കുന്ന ഇതേ നവോത്ഥാനവൽക്കരണ നയമല്ലേ? അതിൻ്റെ ഭാഗമായുള്ള പ്രയാസങ്ങൾ അവരനുഭവിക്കുകയല്ലേ? അതെവിടം വരെ എത്തുന്നു? 14 മണിക്കൂർ ജോലി ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കടക്കം ആ നയം എത്തിച്ചേരുന്നു. കോൺഗ്രസിന് അത്തരമൊരു പ്രഖ്യാപനമടക്കം നടത്താൻ കഴിയുന്നു. അതാണ് ഈ നയത്തിൻ്റെ പ്രത്യേകത. അവിടെയാണ് നയത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ സംസ്ഥാനം അതീവ ദുരിതാവസ്ഥയിലായ ദുരന്തങ്ങൾ നേരിട്ട ഒരു സംസ്ഥാനമാണ്. ദുരന്തം നാം നേരിട്ട പ്രകൃതി ദുരന്തത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. 2011-2016 കാലത്ത് പ്രത്യേകമായ ദുരന്തങ്ങളൊന്നും നേരിടേണ്ടി നമുക്ക് വന്നില്ല. പക്ഷേ UDFന്റെ ഭരണം എന്ന ആ ദുരന്തത്തിൻ്റെ ഭാഗമായി തകരാത്ത ഏതെങ്കിലും മേഖലയുണ്ടായിരുന്നോ? എന്തായിരുന്നു അവസ്ഥ?